റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇന്നലെ എവിടെയോ ഒന്ന് വായിക്കാനിടയായി പ്രതിഫല തുകയെക്കുറിച്ച്. അതായത് ലാലേട്ടന്, മോഹൻലാലിന് 30 കോടി പ്രതിഫലം, മമ്മൂട്ടിക്ക് പ്രതിഫലം 15 കോടിയും ഓവർസീസ് റൈറ്റും. അതായത് 15 കോടി ഓവർസീസ് റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 30 കോടി കടുപ്പിച്ചായി. അതും അതിനു മുമ്പ് നമ്മൾ കണ്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് 15 കോടിയും മമ്മൂക്കയ്ക്ക് 16 കോടിയും. ചിലയിടത്ത് കാണുന്നുണ്ട് ലാലേട്ടൻ 20 കോടിയും അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് 18 കോടി 20 കോടി എന്നൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് കാണുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ആരാ ഇവർക്കൊക്കെ ഈ ചുമ്മാതെ വാരിക്കോരിയും 30 കോടിയും 15 കോടിയും അല്ലെങ്കിൽ 20 കോടി 25 കോടിയൊക്കെ കൊടുക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. കാര്യം ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം 1-2 സിനിമകൾ മറ്റ് നിർമ്മാണ കമ്പനിയുടെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അദ്ദേഹം കൂടുതലും ചെയ്തിരിക്കുന്നതെല്ലാം മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളാണ്. ഏത് സിനിമകൾ നമ്മൾ ഇങ്ങോട്ട് എടുത്താലും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു അതേ ഒരു 10 പടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 6-7 പടവും മമ്മൂട്ടി കമ്പനിയുടെ തന്നെ സിനിമയാണ്. ഇപ്പോൾ ലാലേട്ടനെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ലാലേട്ടനും ഈ പറഞ്ഞ കണക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് കാലമല്ല ഏറെക്കാലമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആശീർവാദിൻ്റെ സിനിമയാണ്. ഇപ്പം മമ്മൂട്ടി കമ്പനിക്ക് ഈ മമ്മൂക്കയുടെ കൂടെയുള്ള ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ജോർജ് കൊണ്ടുവന്ന് പ്രതിഫലം കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ ആന്റണി പെരുമ്പാവൂർ കൊണ്ടുവന്ന് ലാലേട്ടന് കുറേ പ്രതിഫലം കൊടുക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം പിന്നെ എന്ത് തള്ള ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നുകിൽ ഇത് പറഞ്ഞ കണക്ക് എന്തോ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിനിമകളിൽ എവിടെന്നെങ്കിലുമൊക്കെ പ്രൊഡ്യൂസേഴ്സ് കറങ്ങി തിരിഞ്ഞ് വന്ന് ഇവരുടെ മുമ്പിൽ വീഴുമ്പം ഇവർക്ക് ഈ 30 കോടിയാണ് അല്ലെങ്കിൽ 15 കോടിയാണ്, ഈ ഓവർസീസ് റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ് ഒക്കെ ഇവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വരുന്ന പ്രൊഡ്യൂസർ ചിലപ്പം ഇവർക്ക് കൊണ്ടുവന്ന് തലവെച്ച് കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഇവർ ഈ 30 കോടിയും 15 കോടിയും അല്ലെങ്കിൽ ഈ കോടികളൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്നത്. അല്ലാതെ ഒന്നാമത് ഇവർക്കൊന്നും ഈ ഇത്രയും വലിയൊരു പ്രതിഫലം കൊടുത്തൊന്നും സിനിമ എടുക്കുന്ന കാര്യം നടക്കത്തില്ല എന്ന് നമുക്കറിയാം. മലയാളത്തിൽ ഇപ്പം തന്നെ ചില സിനിമകളുടെ ഇപ്പം 100 കോടി പോസ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട് പുലിമുരുകൻ എന്ന സിനിമ, അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ, മാമാങ്കോ എന്ന സിനിമ, മധുരരാജ എന്ന് പറയുന്ന സിനിമ, ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുന്ന കളക്ഷൻ്റെ ഇത്ര വിഹിതമാണ് പ്രൊഡ്യൂസർക്ക് ആകെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മറ്റുള്ള ഓവർസീസ് കളക്ഷനൊന്നും അവരതിനകത്ത് കൂട്ടുന്നില്ല, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഷെയർ ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ പ്രൊഡ്യൂസർക്ക് കിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, പിന്നെ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ 30 കോടിയും ഈ 25 കോടി 28 കോടിയൊക്കെ കൊടുത്ത് പടം ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇവർ മറ്റേ പ്രൊഡ്യൂസേഴ്സിൻ്റെ പടം ഒന്നും ചെയ്യാതെ. ഇപ്പോൾ മമ്മൂക്ക തന്നെ എനിക്ക് തോന്നുന്നു കുറേ കാലം കൂടി ചെയ്ത ഒരു ബസുക്ക, ഒരു പ്രമയുഗം, ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം കൂടി പുറത്തു പോയി ചെയ്ത ഒരു തുടരും. കാര്യം മറ്റുള്ള സിനിമകളല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെയും ആശീർവാദിൻ്റെയും തന്നെ സിനിമകളാണ്. കാര്യം പിന്നെ ഈ ഞാൻ പറഞ്ഞ കണക്ക് കാര്യം ഇവർക്ക് ബുദ്ധിയും ബോധമുള്ള ഒരു പ്രൊഡ്യൂസറും കൊണ്ടുവന്ന് ഇവർക്ക് ആർക്കും ഈ പറയുന്ന രീതിയിൽ ഈ മാധ്യമങ്ങളിലൂടെ ഊതിപ്പെരിപ്പിക്കുന്ന പ്രതിഫലം കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവരുടെ നിർമ്മാണം ഇവർക്ക് ഉള്ള തുകയായിട്ടുള്ള 30 കോടി 25 കോടിയും ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് ചില യൂട്യൂബർമാരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില മാധ്യമ രംഗത്തുള്ള ചില ആൾക്കാരും ഉണ്ട്. എവിടെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അംഗീകൃതമായിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിവിഷൻ ചാനലുകളുടെ മാധ്യമ രംഗത്ത് ഓൺലൈനിലായിട്ട് പ്രവർത്തിക്കുന്നവർ പോലും എടുത്ത് അതങ്ങ് പ്രചരിപ്പിക്കും. അവർക്ക് ഇത്രയാണ്. അപ്പോൾ കേൾക്കുന്നവരെല്ലാം വിചാരിക്കും ഇവർക്ക് ഭയങ്കര തുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് ഒരാൾക്ക് മാത്രം ഈ 30 കോടി 28 കോടി 25 കോടിയൊക്കെ എടുത്ത് പടം എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയുടെ മൊത്തം നിർമ്മാണ ചെലവ് പൂർത്തിയാകുമ്പോഴത്തേക്ക് അതിന് എത്ര കോടിയാവും? 50 കോടിയോ? കാര്യം ഇപ്പം ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്ക് തന്നെ ഇപ്പം ഈ പറഞ്ഞ കണക്ക് ബസുക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രതിഫലമായിട്ടുള്ള ഓവർസീസ് റൈറ്റും 15 കോടിയും കൂടെ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം തന്നെ 30 കോടിയായി. പിന്നെ അപ്പം നിർമ്മാണ ചെലവ് എത്ര ആവും ആ കണക്കിന്? അതുപോലെ ഇപ്പോൾ ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക്, രജപുത്ര രഞ്ജിത്ത് എടുക്കുന്ന സിനിമയ്ക്ക് ലാലേട്ടൻ്റെ പ്രതിഫലം 30 കോടി എന്ന് പറഞ്ഞാൽ ലാലേട്ടന് മാത്രം 30 കോടി കൊടുത്താൽ ആ സിനിമയുടെ നിർമ്മാണ ചെലവ് എത്ര ആവും? അപ്പോൾ ബസുക്കയുടെയും തുടരും സിനിമയുടെയും നിർമ്മാണ ചെലവ് എത്ര? 40 കോടിയോ അതോ 45 കോടിയോ 50 കോടിയോ? ഇതൊക്കെ എവിടെ കൊണ്ടിട്ട് തിരിച്ചു പിടിക്കും? അങ്ങനെയാണെങ്കിൽ ഇത്രയും 50 കോടിയൊക്കെ മുടക്കി എടുക്കുന്നവരുടെ സിനിമയ്ക്ക് 100 കോടി തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പോലും ലാഭമൊന്നും എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്കൊക്കെ ആരായി 100 കോടി കൊടുക്കുന്നതെന്ന്. ഒന്നുകിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ എവിടെങ്കിലും ഇരുന്നുകൊണ്ട് എന്തെങ്കിലും എഴുതി വിടണമെന്ന് വിചാരിച്ചിട്ട് ഒരു വരി അങ്ങോട്ട് എഴുതി വിടും. അത് ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ് നമുക്കറിയാം വേൾഡ് വൈഡായിട്ട് വെറും 15 കോടി മാത്രം കളക്ട് ചെയ്ത ഒരു സിനിമ, ഇന്നത്തെ യുവതാരങ്ങളിൽ ഒരാളുടെ സിനിമ, ആ ആളുടെ പേര് ടൊവിനോ തോമസ്. അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല ഏതാണെന്ന്. അതിന് എവിടെയോ ഏതോ ഒരുത്തന്നെ എഴുതി പിടിപ്പിച്ച് 25 കോടി എന്ന്. ഉടനെ ഇവിടുത്തെ കുറേ ചാനലുകൾ അതങ്ങ് ഏറ്റെടുത്ത് 25 കോടി, പിന്നെ പറഞ്ഞ 40 കോടി, അവസാനം ആ സിനിമ 50 കോടി വന്ന് നിൽക്കുന്നത്. അപ്പോഴും ട്രാക്കർമാർ പുറത്ത് വിട്ടിരിക്കുന്ന അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും 15 കോടിയാണ് അല്ലെങ്കിൽ 14 കോടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ എവിടെങ്കിലും ഇരുന്നുകൊണ്ട് എന്തെങ്കിലും എഴുതി വിടുമ്പോഴത്തേക്ക് ഉടനെ പ്രതിഫലം അത്രയാണ് ഇത്രയാണ്. ഇവരൊക്കെ ആരുടെ സിനിമയാണ് ചെയ്യുന്നതെന്നെങ്കിലും ഓർക്കണ്ടേ? മമ്മൂട്ടി കമ്പനി വിട്ട് മമ്മൂക്കയ്ക്ക് ഒരു സിനിമയില്ല, ആശീർവാദ് വിട്ടിട്ട് ലാലേട്ടൻ ഒരു സിനിമയില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇവരാരും ചെയ്യുന്നില്ല.
ഇപ്പം പ്രൊഡ്യൂസേഴ്സിന് ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്തായാലും ഇവരെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവർ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇവരാരും വിചാരിച്ചാൽ, ഈ സിയാദ് കോക്കർ വിചാരിച്ചാലോ ഈ സുരേഷ് കുമാർ വിചാരിച്ചാലോ ഒന്നും മമ്മൂക്ക ലാലേട്ടൻ ഇനി അവർക്ക് ഡേറ്റ് കൊടുക്കാൻ പോകുന്നതേ ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്നതിന് ഇവർക്ക് ഇത്രയാണ് പ്രതിഫലം എന്നൊക്കെ പറഞ്ഞ ന്യൂസുകൾ അടിച്ചിറക്കുന്നതിന് കുറച്ചൊക്കെ ഒരു മയം വേണം. താങ്ക്